ഹായ് ഫ്രണ്ട്സ്. ഞാൻ കുറേ ആയി ഒരു തവ വാങ്ങിയപ്പോഴത്തേക്കിനും എനിക്കൊരു കാർഡ്ബോർഡ് കിട്ടിയിട്ടുണ്ടായി. ഷേപ്പ് വരുന്ന ഇങ്ങനെയാണ്. ഞാൻ ഇതെടുത്ത് വെച്ചിട്ടുണ്ടായി എന്തെങ്കിലും ഒന്ന് പെയിൻറ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. കുറേ നാളായി ലാസ്റ്റ് ഒന്ന് പെയിൻറ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് ജസ്റ്റ് ഒന്ന് പെയിൻറ് ചെയ്ത് നോക്കാം എന്താകും. ഓക്കെ, എൻ്റെ കയ്യിൽ പെയിൻറ് ചെയ്യാനുള്ളത് ഈ അക്രിലിക് കളേഴ്സാണ്. അത് ടോട്ടൽ 6 കളേഴ്സ് മാത്രമേ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഞാൻ പെയിൻറ്റിംഗ് ഒന്നും ചെയ്യാറില്ല, ജസ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് ബ്രഷും ഉണ്ട്. അപ്പം നമുക്ക് ഇത്ര കൊണ്ട് മാത്രം ഇങ്ങനെ ഈ കാർഡ്ബോർഡ് ഒന്ന് കളർ ചെയ്തെടുക്കാൻ നോക്കാം. ഞാനിത് പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ വൈറ്റും യെല്ലോ പിന്നെ ബ്ലാക്ക് കളർ മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കി 3 കളർ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പം നമുക്ക് ഈ കാർഡ്ബോർഡിൽ ഒരു 3 സർക്കിൾ വരച്ചു കൊടുക്കാം. എന്താ വരയ്ക്കുന്നതെന്നുള്ളത് സർപ്രൈസാണ് കേട്ടോ. ഒരു സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വലുപ്പമുള്ളൊരു സർക്കിൾ വേണം എനിക്ക്. ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത്. ഇതെൻ്റെ ടെറേറിയത്തിൻ്റെ അടപ്പാണ് കേട്ടോ. നമ്മൾ ഇവിടെ ആയിട്ടൊരു സർക്കിൾ വരച്ചു കൊടുക്കാം. ഞാൻ പ്രിപ്പയർഡ് അല്ലായിരുന്നു കേട്ടോ ഇത് ചെയ്യാനായിട്ട്. പിന്നെ എനിക്ക് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിന് ചെയ്യണം എന്ന് തോന്നിയതുകൊണ്ട് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് ടെറേറിയം അതുപോലെ ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു സർക്കിളായി. വേറെ 2 സർക്കിളും കൂടി വേണം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടൊരു കുപ്പിവളയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ ആയിട്ടൊരു റൗണ്ട് വരയ്ക്കാം. അതേപോലെ തന്നെ സെയിം പൊസിഷനിൽ ഇപ്പുറത്തെ സൈഡിലും ഒരു റൗണ്ട് വരയ്ക്കാം. ഏകദേശം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ ഇരിക്കട്ടെ. പിന്നെ ഈ വലിയ സർക്കിളിൻ്റെ ഉള്ളിൽ ഇവിടെ ആയിട്ടൊരു കുഞ്ഞു സർക്കിളും കൂടി വരയ്ക്കാണ്ട് പെയിൻറ് ചെയ്ത് വരുമ്പോഴത്തേക്കിനും അത് ക്ലിയർ ആവും എന്താണ്. അപ്പം ഏകദേശം ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കാണും എന്താണെന്ന്. അപ്പം നമുക്ക് കളറും കൂടി ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു വലിയൊരു സർഫസിന് നമുക്ക് യെല്ലോ കളർ കൊടുക്കാം. എവിടെ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇത് ഫുള്ള് ഇങ്ങനെ യെല്ലോ കളർ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്.